ഹായ് ഫ്രണ്ട്സ്, കാട്ടേര കഴിഞ്ഞ വർഷം കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ പുറത്തിറങ്ങിയ ഒരു മാസ് ആക്ഷൻ എന്റർടൈനറാണ് കാട്ടേര. ഇതിലെ നായകൻ ഡി ബോസ്, ചാലഞ്ചിങ് സ്റ്റാർ ദർശൻ. ചാലഞ്ചിങ് സ്റ്റാർ പണ്ട് ഓഡിയോ വായിച്ചിട്ടുണ്ടായിരുന്നു, തിയേറ്ററിൽ പ്രേക്ഷകനെ ചാലഞ്ച് ചെയ്യുന്ന താരം. അങ്ങനെയാണ് ചാലഞ്ചിങ് സ്റ്റാർ എന്ന് ദർശന് പേര് വന്നത്. കന്നഡ ഫിലിം ഇൻഡസ്ട്രി എടുത്താൽ കരുനട ചക്രവർത്തി ശിവരാജ് കുമാർ, പവർ സ്റ്റാർ പുനീത് രാജ്കുമാർ, പിന്നെ റോക്കിംഗ് സ്റ്റാർ യാഷ്, ക്രേസി സ്റ്റാർ രവിചന്ദ്രൻ, ഇങ്ങനെ പല പല പേരുകളുണ്ട്. അതിലൊന്നാണ് ചാലഞ്ചിങ് സ്റ്റാർ ദർശൻ. ദർശന്റെ അധികം സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് കണ്ടത് റോബർട്ട്, 2021 തോന്നുന്നു ഇറങ്ങിയത്. അതും ഒരു മാസ് എന്റർടൈനർ ആയിരുന്നു, നല്ല പടമായിരുന്നു. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം സംതൃപ്തി തന്ന ഒരു പടമായിരുന്നു റോബർട്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രേക്ഷകനെ ചാലഞ്ച് ചെയ്തത് കൊണ്ടാണ് ചാലഞ്ചിങ് സ്റ്റാർ, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം റോബർട്ടിൽ അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമ കാണാതെ കുറെ പേര് അദ്ദേഹത്തെ ട്രോളുന്നതായി കാണാറുണ്ട്. അത് ദർശന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല. ബാലകൃഷ്ണയുടെ ചില സിനിമകൾ കാണാതെ തന്നെ ആൾക്കാർ വലയുടെ പടം കാണാനാണോ പോയത്, അല്ലെ വലയുടെ പടം ആരും കാണുമോ, അങ്ങനെയുള്ള ചില കമന്റുകളൊക്കെ കാണാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. അതിപ്പം ഒരു മാസ് ആക്ഷൻ സ്റ്റാറിന്റെ പടം, മലയാളത്തിലെ അല്ല, തമിഴ്, തെലുങ്ക്, കന്നഡൊക്കെ കാണുമ്പോൾ നമ്മൾ അധികമൊന്നും പ്രതീക്ഷിക്കൂല. ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി മാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത്രയൊന്നും ഇവരൊന്നും പ്രതീക്ഷിക്കൂല. കാരണം ഇവിടെ നമ്മൾ അഭിനയം കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദർശന് നമ്മൾ എന്താണോ വിചാരിച്ചത് ആ ഒരു പെർഫോമൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാട്ടേരയിൽ. അദ്ദേഹമാണ് ഈ പടത്തിന്റെ ബാക്ക് ബോൺ. നമ്മൾ എന്ത് വിചാരിച്ചോ അത് കൃത്യമായി ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആക്ഷന് ആക്ഷൻ, സെന്റിമെന്റിന് സെന്റിമെന്റ്, കോമഡി ഒന്നും ഈ പടത്തിലില്ല. 2023 ഹയസ്റ്റ് ക്രോസിംഗ് കന്നഡ ഫിലിമാണ് കാട്ടേര. തിയേറ്ററിൽ ഇറങ്ങി ഇപ്പോൾ C5 സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തെലുഗു, തമിഴ്, കന്നഡ എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഏത് ക്ലിക്ക് ചെയ്താലും കന്നഡ മാത്രമാണ് വരുന്നത്, സബ് ടൈറ്റിലുണ്ട്. ഇനി പടത്തിന്റെ ഓരോ ആസ്പെക്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ദൈർഘ്യം, 2 മണിക്കൂർ 50 മിനിറ്റ് അത്യാവശ്യം വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇതിലെ ചില പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല അനുഭവമായിരിക്കും. അത് ഏത് പോർഷനാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇതിലെ നായിക പുതുമുഖാണ്, ആരാധന അങ്ങനെ എന്തോ ആണ് പേര്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ക്യാപ്റ്റൻ മില്ലറിൽ പ്രിയങ്ക അരുൺ മോഹനെ കുറിച്ച് ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പ്രഷനും വരാത്തൊരു നടി. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. എക്സ്പ്രഷനൊക്കെ വാരി വിതറി ഇത്രയും വെറുപ്പിക്കുന്ന ഒരു പ്രകടനം ഒരു നടിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ എൻ്റെ അടക്ക് കണ്ടിട്ടുണ്ടാവില്ല. ആദ്യത്തെ അരമണിക്കൂറൊക്കെ അസഹനീയാണ്. ഇവരുടെ ഒരു പെർഫോമൻസ് കൊണ്ട് ഞാൻ ഈ സിനിമ പൂർത്തിയാക്കാണ്ട് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ദർശൻ എന്നുള്ള ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്തു. ദർശനും ഈ നടിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2.25 മണിക്കൂറിൽ പടം ഒതുക്കി നിർത്തിയതിനും നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറുമായിരുന്നു. മോശം എക്സ്പീരിയൻസ് ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്, കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ആയി മാറുമായിരുന്നു. ഇനി ദർശനിലേക്ക് തിരിച്ചു വരാം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ സ്റ്റോറി കൂടി ഒന്ന് ടച്ച് ചെയ്യേണ്ടതുണ്ട്. തുടക്കത്തിൽ കാണിക്കുന്ന 1990കളാണ്. അവിടെ ഭീമനഹള്ളി എന്നുള്ളൊരു ഗ്രാമം, ഒരു ആചാരം നടക്കുന്നുണ്ട്. അതിലേക്ക് ഈ ദർശനെ കൊണ്ടുവരണം. അദ്ദേഹമാണ് ജയിലിലാണുള്ളത്. 60-65 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. എന്ത് കുറ്റത്തിനാണ് ജയിലിൽ പോയത് എന്നൊക്കെ വഴിയേ കാണിക്കും. അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, കാണുന്നവർ കണ്ടോട്ടെ. പിന്നെ ഇതിലെ മേക്കപ്പ്, ദർശൻ ഈ 60-65 വയസ്സുള്ള ദർശന് കൊടുക്കുന്ന മേക്കപ്പ്, താടിയൊക്കെ പ്രച്ഛന്റെ വേഷത്തിന് വെച്ചതുപോലെയുണ്ട്. പക്ഷെ ചുളിവൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആചാരത്തിലേക്ക് ഇദ്ദേഹത്തെ വിട്ടുകിട്ടാൻ വേണ്ടി പരോളിന് അപേക്ഷിച്ചു. അങ്ങനെ 10 ദിവസത്തെ പരോൾ കൊടുത്തു. പക്ഷെ ഒരു കോൺസ്റ്റബിൾ ഒരുമിച്ച് പോകും. അത് നമ്മുടെ അച്യുത് കുമാറാണ്. KGF ഫ്രാഞ്ചൈസിലും കാന്താരയിലൊക്കെ ഉണ്ട് അദ്ദേഹം. അങ്ങനെ പരോള് കിട്ടി ഈ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ദർശൻ തൻ്റെ കഥ പറയുകയാണ്. അതാണ് കാട്ടേരയുടെ ബേസ് സ്റ്റോറി. ആ കഥ നടക്കുന്ന 1970കളിൽ എഗെയിൻ ഭീമനഹള്ളി എന്നുള്ള ഗ്രാമം. അവിടെ ദർശൻ ഒരു കൊല്ലപ്പണിക്കാരനാണ്. കത്തി മഴുവൊക്കെ ഉണ്ടാകുന്നത്, ഒരു ആനയുടെ ശക്തിയും ആനയുടെ ഓർമ്മയും ഉള്ള ഒരാൾ എന്നാണ് ദർശൻ സ്വയം വിശേഷിപ്പിക്കുന്നത്. അത് കുറച്ചൊന്ന് എക്സഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പവർ കാണിക്കാൻ. അപ്പോൾ ഇയാളെ ഈ സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, വാലിബന്റെ റിവ്യൂ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻലാൽ കൂടാതെ സൽമാൻ ഖാൻ ആ റോള് ചെയ്യാൻ പറ്റും, ഏതാ ബോഡി വെച്ചിട്ട്, മല്ലൻ എന്നുള്ള വേഷം. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ദർശനും അത് പറ്റും, ആ ബോഡിയൊക്കെ വെച്ചിട്ട്. അത്രയും പവർഫുൾ ബോഡിയാണ്. ദർശൻ കൊല്ലപ്പണിയാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിന്റെ ഫാമിലി, നാട്ടുകാരൊക്കെ കർഷകരാണ്. അവർ ഈ ജന്മിമാരുടെ സ്ഥലത്ത് കൃഷി നടത്തുന്നു. കിട്ടുന്നതൊക്കെ ജന്മിമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു.
ജന്മിമാറായിട്ട് രണ്ടുപേരുണ്ട്. ഒന്ന് ദേവരായ, അത് സ്ഥിരം ആസ്ഥാന വില്ലൻ വേഷം ചെയ്യുന്ന ജഗപതി ബാബു. പിന്നെ കാലേ ഗൗഡ, ആ നടന്റെ പേരറിയില്ല. അപ്പോൾ തന്നെ ചിത്രം ക്ലിയർ ആയല്ലോ. ദർശൻ ഒരു വശത്ത്, ഈ രണ്ട് ജന്മിമാർ മറുവശത്ത്. ഇതിൻ്റെ ഇടയിലാണ് 1970-കളിലെ ഭൂപരിഷ്കരണ നിയമം വരുന്നത്. ഈ നാട്ടിലാകെ പഠിപ്പുള്ളത് ഇതിലെ നടിയാണ്, കുറച്ചു മുമ്പ് പറഞ്ഞ വെറുപ്പിക്കുന്ന നടി. അവളെല്ലാ നാട്ടുകാരെയും വിളിച്ചു കൂട്ടി പറയലാണ്, ഇനി മുതൽ കൃഷി ചെയ്യുന്ന ഭൂമി കുടിയാന്മാർക്ക്. അങ്ങനെ ദർശനും സംഘവും ജന്മിമാർക്കെതിരെ സംഘടിക്കുന്നു. ആ കഥയാണ് കാട്ടേര. പണ്ട് മുതലേ 1970-കൾ മുതലേ പറഞ്ഞു വരുന്നൊരു സ്റ്റോറിയാണ്. പക്ഷേ ഇതിൽ അത്യാവശ്യം വെറൈറ്റി ഉള്ള ചില സംഭവങ്ങളുണ്ട്. ഇതിലെ വെറൈറ്റി സംഭവങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ, ഒന്ന്, ഇതിലെ ഫൈറ്റ് സീൻസ്. ദർശനെ കോൺസ്റ്റബിൾ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കയ്യിൽ വിലങ്ങുണ്ട്. കയ്യിൽ വിലങ്ങുള്ളേരം തന്നെ വില്ലന്മാർ ഇയാളെ കൊല്ലാൻ വരുന്നു. അപ്പോൾ കൈ കൊണ്ടൊന്നും ആക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കത്തി വായിൽ വെച്ചിട്ടാണ് പിന്നെ ആക്ഷൻ. 10-50 ആളെ, 50 ഇല്ലാന്ന് തോന്നുന്നു, ഒരു 30-40 ആളെ ഈ വായിൽ കത്തി വെച്ചിട്ട് ദർശൻ ഫൈറ്റ് ചെയ്യലാണ്. അത് നല്ല ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ ഇതിനു വേണ്ടി ഒരു വലിയൊരു കിണറുണ്ടാക്കിയിട്ടുണ്ട്. കിണറെന്ന് വെച്ചാൽ കുറേ സ്റ്റെപ്പുകൾ ഒക്കെയുണ്ട്, കുളത്തിലേക്ക് ഇറങ്ങുന്നവർ ഇറങ്ങാൻ. അവിടെ വെച്ചിട്ടൊരു 100-100 ആളെ ഇദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മുമ്പ് വാലിബലിൽ പറഞ്ഞതുപോലെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതൊരു റിയൽ അല്ല എന്ന് തോന്നുന്ന വിധത്തിലല്ല സംഭവം. ഇദ്ദേഹത്തിന് ആനയുടെ ശക്തി ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അത് നമുക്ക് തോന്നും. അത് കൊണ്ടുവരാൻ വേണ്ടി ദർശന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വെറൈറ്റി സംഭവം ഇതിലെ ആചാരം. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, അതിൻ്റെ പേര് ഒലേമാരി എന്നാണ്. അതെന്താണെന്ന് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, അത് കാണുന്നവർ കണ്ടോട്ടെ. ദർശന്റെ പെർഫോമൻസിനെ ഞാൻ നല്ലോണം വാഴ്ത്തിയല്ലോ. ഇനി സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്. അച്യുത് കുമാർ ടാലന്റഡ് നടനാണ്, അദ്ദേഹം വളരെ നന്നായി ചെയ്തിട്ട് കോൺസ്റ്റബിളായി എത്തിയത്. ബാക്കി ദർശന്റെ പെങ്ങളായെത്തിയൊരു നടി, നായികനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. പിന്നെ ദർശന്റെ പെങ്ങളുടെ ഭർത്താവ്, പിന്നെ ആ നാട്ടിലുള്ള സകല ആൾക്കാരും. സബ്സ്റ്റാൻഡേർഡ് അഭിനയം. നമ്മൾ ഇവിടെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നവർ വളരെ ഗംഭീരമായിട്ട് അഭിനയിക്കാറുണ്ട്. ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ഫിലിംസ് മോശമെന്നല്ല ഉദ്ദേശിച്ചത്. മലയാള സിനിമയായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഈ കന്നഡയിലെ ഈ സഹനടന്മാരൊക്കെ അഭിനയം. പക്ഷേ നമ്മൾ പൊതുവെ കാണുന്ന പടങ്ങളിലുള്ള അച്യുത് കുമാർ ആയിക്കോട്ടെ, അനന്ത്നാഗ് ആയിക്കോട്ടെ, സായ് കുമാർ ഉണ്ട്, നമ്മുടെ മലയാളത്തിലെ അല്ല കന്നഡയിലെ സായ് കുമാർ, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ ഇതിൽ അഭിനയിച്ചവരൊക്കെ ഒരു തീരെ അഭിനയിക്കാൻ അറിയില്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ദർശന്റെ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ വയസ്സായ കാലത്തുള്ള മേക്കപ്പ് ഒക്കെ ദയനീയം, പ്രച്ഛന്ന വേഷം തന്നെ. പക്ഷെ എന്ന് വെച്ചാലും പടം മോശം പടമല്ല. ദർശന്റെ റോബർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഇതിയാൾക്കും ഇഷ്ടാവും. പുനീത് രാജ്കുമാറിന്റെ യുവരത്ന ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടാവും. ശിവരാജ് കുമാറിന്റെ വേദ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടാവും. ബാലകൃഷ്ണയുടെ ഈ അടുത്തിറങ്ങിയ ഭഗവത് കേസരി ഇഷ്ടപ്പെട്ടവർക്ക് ഇതും ഇഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ചാലഞ്ചിങ് സ്റ്റാർ ദർശന്റെ ഈ ഒരു മാസ് അവതാരത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3/5. ഇവിടെ 3 ഞാൻ മോശം എന്നുള്ള ഒരു രീതിയിൽ കൊടുക്കുന്നതല്ല, ഒരു ആവറേജ് അനുഭവമാണ്. അത് ദർശന്റെ കുഴപ്പമേ അല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിന്റെ ലെങ്ത്, ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ ആക്ടിങ്, അതുകൊണ്ട് മാത്രമാണ്.